അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കിടിലൻ വെറൈറ്റി മന്തിയാണ്. അതായത് നമ്മളെ ക്രാബ് ഞണ്ട് വെച്ചുകൊണ്ടുള്ളൊരു മന്തി. അപ്പം നമുക്ക് ഈ ഞണ്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണിത്. അപ്പം ഇത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആർക്കും തന്നെ ഉണ്ടാക്കാവുന്നൊരു മന്തി. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തത്. അപ്പം ബസുമതി റൈസിൽ ഞാൻ സെല്ല റൈസാണ് എടുത്തത്. അപ്പോൾ സെല്ല റൈസ് ആകുമ്പോൾ ഒന്നും കൂടെ കൂടുതൽ നമുക്ക് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പല സൈസിലുള്ള ഈ മന്തി റൈസ് ഉണ്ട്. അപ്പം 3-4 തരം ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് സെല്ല റൈസാണ്. ഇങ്ങനെ നീണ്ട ഒരു അരി. അപ്പോൾ ഇത് നമ്മൾ വെള്ളമൊഴിച്ച് നന്നായി കഴുകി 1 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം. ഊറ്റി കഴിഞ്ഞിട്ട് കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പം വെള്ളം ഒഴിച്ച് വെക്കാം നമുക്ക്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 കിലോ ഞണ്ടെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടാണിത്. അപ്പോൾ ഇത് നന്നായി ഇങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളയാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇപ്പം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഈ മന്തിക്ക് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ഈ കാലും കൈയൊന്നും എടുക്കുന്നില്ല. നമ്മളിതിൻ്റെ ഈ ഉൾവശം ഈ പൾപ്പുള്ള നല്ല അത് മാത്രമേ എടുക്കുന്നുള്ളൂ. മറ്റേത് നമുക്ക് അല്ലാതെ തന്നെ ഫ്രൈ ചെയ്തോ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇനി നമ്മൾ ഒരു അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇതിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്. വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം കുരുമുളക്, പിന്നെ നല്ല ജീരകം അതെടുക്കുക. 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചതച്ചത്, പിന്നെ ഒരു 2 ഏലക്ക പൊടിച്ചത്, പിന്നെ ഒരു ചെറിയ 2 കഷ്ണം പട്ടയും അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ അല്പം മല്ലിയില ഒരു 2 ഇല മതി, പുതിനയും കൂടി ചേർത്ത് കൊടുക്കുക. പേരിന് മാത്രം നമ്മളെല്ലാം ചേർക്കുന്നുള്ളൂ, എന്നാലും ടേസ്റ്റ് അടിപൊളിയായിരിക്കും. പിന്നെ വേണ്ടത് ക്യാപ്സിക്കാണ്. അപ്പോൾ അത് ചെറിയൊരു ക്യാപ്സിക്കം അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സവാള ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മന്തിക്ക്, പക്ഷേ സവാളയും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് 2 മാഗി ക്യൂബാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. കളറ് ചേർക്കണ്ട. അപ്പോൾ നമുക്ക് അതിന് പകരം കാശ്മീരി മുളക് പൊടി ചേർക്കുക. അത് 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. 1-1.5 എടുക്കുക. അതും ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് അല്പം, ഞാനിപ്പോൾ ചേർക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി ഒരു ടീസ്പൂണോളം വിനാഗിരി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് പിന്നെ അതേപോലെ തന്നെ ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായി ഇങ്ങോട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഇതൊന്നും മന്തിക്ക് ഉപയോഗിക്കില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. അതിപ്പോഴും ഒരു 1/4 കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിനി ചോറ് വെക്കാം. ഇത് ഊറ്റിയെടുത്ത അരിയാണിത്. അപ്പോൾ ചോറ് വെക്കുന്നത് സാധാ നമ്മൾ ചോറ് വെക്കില്ലേ ആ ഒരു സ്റ്റൈലിലാണ്, വറ്റിച്ചല്ല വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ബിഗിനേഴ്സിനൊക്കെ എളുപ്പമായി ഉണ്ടാക്കാൻ കഴിയും. വെന്തു പോവില്ല, വേവാതിരിക്കില്ല. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്ക, 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു അതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി തീ കത്തിച്ച് വേവിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇതൊക്കെ ഇപ്പോൾ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഉണ്ടോ, ഇത് നല്ലോണം ഒന്ന് ഞെരിച്ച് തന്നെ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒന്നും കൂടെ ഒന്നാവണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം, ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് നമ്മളിതിൽ ചേർത്തിട്ടില്ല, മാഗി ക്യൂബ് ചേർത്തതുകൊണ്ട്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഈ സമയം ആദ്യം ഉപ്പ് ചേർക്കരുത്, ഉപ്പ് ചിലപ്പം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെന്ന് വെച്ചാൽ ഒന്ന് ഞെരിഞ്ഞ് വരണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അല്പം ഒരു ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഉപ്പ് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്ല കൂടിപ്പോവും.
എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പം നമ്മൾ ചോറും ആയിട്ടുണ്ടാകും. ചോറ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടും. ഒരുപാട് കുക്കാവാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചോറ് നോക്കി വെക്കാം. നന്നായി പതച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ വെന്തടിഞ്ഞിട്ടുമില്ല. ഒരു 95% നമ്മൾ ചോറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഊറ്റി ദമ്മിട്ട് കൊടുത്താൽ മതി. അടിവശത്ത് അതിൻ്റെ മസാലയും പിന്നെ മുകളിലൊക്കെ ചോറിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-3 പച്ചമുളകും ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിൽ നമ്മൾ കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നല്ല കളറും ഉണ്ടാവും. അപ്പോൾ നമുക്കിതിനി ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ദമ്മിടാൻ ഇട്ട് അടിയിലൊരു കട്ടിയുള്ള ദോശക്കല്ലോ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് ആവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിപ്പോൾ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം ഇതിന് കൂടെ കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടി നല്ല വലിയ 2 പഴുത്ത തക്കാളി തന്നെ എടുക്കുക. അതെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളക് തന്നെയാണ്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അല്പം മല്ലിയിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒറ്റൊരു നുള്ള് നല്ല ജീരകം. ഇതെല്ലാം നന്നായി ഇങ്ങോട്ട് അരച്ചെടുക്കുക. അപ്പം നമ്മൾ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുക, അതായത് സുർക്ക അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇപ്പം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണ്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് നല്ല ടേസ്റ്റാണ് മന്തിക്ക് കൂടെ കഴിക്കാൻ. അപ്പോൾ നമ്മൾ ചോറൊക്കെ പായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേളത്തെ ചോറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കുറച്ചിങ്ങോട്ട് വേറൊരു പാത്രത്തിലോട്ട് കോരിയെടുക്കാം. നല്ലൊരു മണമാണ്. പൊതുവേ ഞണ്ട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ കുറച്ച് ചോറ് നമുക്ക് മാറ്റി വെക്കാം. ചോറൊക്കെ കറക്റ്റ് പാകമായിരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം ബിഗ്നേഴ്സിനൊക്കെ അധിക പേർക്കും ചോറ് ചിലപ്പം ഒക്കെ വെന്ത് പോകും, അല്ലെങ്കിൽ വേവാതിരിക്കും. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിക്കണമെന്നില്ല ഉണ്ടാക്കുമ്പോൾ. ഈ ഒരു ഓയിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്ക് ചോറിന് വേണ്ട എണ്ണ ഉണ്ടാവും. നമ്മൾ ഈ മസാല ഇങ്ങനെ ഞെരിച്ചെടുത്തത് കൊണ്ട് സ്മോക്കി ഫ്ലേവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ചോറൊക്കെ ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിന് കളറും എല്ലാം കറക്റ്റായിരിക്കും. നല്ല സ്മെല്ലും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്